പറയാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഇപ്പോൾ ലേണിംഗ് എന്ന പ്രോസസ്സ് എന്താണ് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത്, ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്, ഇത് ഈ വേർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോക്കിക്കേ, 4 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ, സെക്കൻഡ് വൺ കണ്ടീഷൻഡ് റെസ്പോൺസ്, ദെൻ ട്രയൽ ആൻഡ് എറർ, അതേപോലെ തന്നെ ഇൻസൈറ്റ് ആണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കുട്ടി ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരാളെ കണ്ടിട്ട് എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമിറ്റേഷൻ എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ചെറിയ കുട്ടികളിലാണ്. ഈ ചെറിയ കുട്ടികൾ പുതിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പഠിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ട് പഠിക്കുകയാണ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടി ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് കൊണ്ടുപോയി സിങ്കിലിടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു കുട്ടി അത് വാച്ച് ചെയ്യുകയാണ്, സ്ഥിരമായിട്ട് അങ്ങനെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ ചെറിയ കുട്ടികളിലാണ് ഈ ഇമിറ്റേഷൻ ലേണിംഗ് മെയിനായിട്ട് വരുന്നത്. വലിയവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ടു മനസ്സിലാക്കി അത് അതേപോലെ തന്നെ ഒബ്സർവ് ചെയ്ത് അത് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ദെൻ this type of learning is crucial in early development and social interactions, enabling individual to adopt practices, norms and techniques by mimicking role models, thereby facilitating cultural transmission and adaptive learning. അപ്പോൾ നമ്മളെ ചില കുട്ടികൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് അവരിങ്ങനെ വാ, എടാ, പോടാ അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവർ തിരുത്താറുണ്ട്. പക്ഷേ എത്രമാത്രം പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആലോചിക്കാറുണ്ട്, നമ്മൾ ആരെങ്കിലും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പോൾ കുട്ടികളോട് തന്നെ ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് പോകൂ, ഇരിക്കൂ, ആ ഒരു രീതിയിൽ കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് അവരോട് സംസാരിക്കാറുണ്ടോ? നമ്മളെപ്പോഴും അവരോട് പറയും ഇങ്ങനെ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു രീതിയിൽ എല്ലാം ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളും ആ കുട്ടികളോട് അതേപോലെ തന്നെ പെരുമാറുമ്പോഴാണ് അവർ ശരിക്കും ഇത് കണ്ടു പഠിക്കുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ, നമ്മുടെ പാരൻസ് ആണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും കുട്ടികളോട് ഇതേപോലെ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് വരൂ, ഇരിക്കൂ, കൊടുക്കൂ, തരൂ അങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഇവിടെ വാടാ, ഇവിടെ വാ, അങ്ങോട്ട് പൊക്കോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് കേട്ട് പഠിക്കുന്നതാണ്. സോ നമ്മൾ പറയുന്നതിനാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുള്ളൂ. അപ്പം മെയിനായിട്ട് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരാളെ കണ്ട് അയാൾ ചെയ്യുന്ന പോലെ, അയാൾ പറയുന്ന പോലെ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക, അതിനെയാണ് ഇമിറ്റേഷൻ എന്ന് പറയുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.